ഹായ്, വെൽക്കം യു ഓൾ ടു ഇംഗ്ലീഷ് കോൺസെപ്റ്റ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം പുതിയൊരു ടോപ്പിക്. സോ കണ്ടിന്യൂവേഷൻ തന്നെ നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ഉണ്ട്. എൻ്റെ പേര് സുദീപ് തടത്തിൽ. നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഹാഡ് തൊട്ട്. ഹാഡ് എന്താണ്? ഹാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പദമാണ് ഹാഡ്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്, അല്ലേ? അപ്പം അതിൻ്റെ ഒരു മുഖ്യമായ കാര്യമാണ് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പൊസഷനാണ് എനിക്കിന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കിന്ന കാര്യം ഉണ്ടായിരുന്നു പണ്ട് എന്ന് പറയുന്ന ആ ഒരു ഉപയോഗമാണ് ഹാഡ്, ഉണ്ടായിരുന്നു. അപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. ഉണ്ട്, എനിക്ക് കാറുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബൈക്കുണ്ട്, എനിക്ക് സ്കില്ലുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്കൊരു ഉടമസ്ഥതയിലുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് നേരത്തെ ഒരു കാര്യം നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിലും അപ്പോഴാണ് നമുക്ക് ഹാഡിന്റെ പ്രസക്തി. അപ്പോഴാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. ഹാസ് ഹാവ് V1 ആണ്. അതിന്റെ V2 ഫോമാണ് ഹാഡ് എന്ന് പറയുന്നത്, സിമ്പിൾ പാസ്റ്റ് ഫോം. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടി, ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ആദ്യമായിട്ട് നമുക്ക് ഹി ഹാസ് എ കാർ, അവനൊരു കാറുണ്ട് എന്നാണെങ്കിൽ ഹി ഹാസ് എ കാർ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? കാരണം നമുക്ക് പ്രസന്റ് രണ്ട് വാക്കുകളുണ്ട്. ചില സബ്ജക്റ്റുകളോടൊപ്പം ഇത് രണ്ടിടത്തും കാറുണ്ട് ഇത് തന്നെ പറയണ്ടേ. എന്നാൽ പോലും സബ്ജക്റ്റ് ഇവിടെ ഹി ആയതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു, ഇവിടെ ഐ ആയതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. അപ്പം സബ്ജക്റ്റ് അനുസരിച്ച് ചില സ്ഥലത്ത് ഹാസും ചില സ്ഥലത്ത് ഹാവുമാണ് നമ്മൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് രണ്ട് വാക്കുകൾ ഹാസ് ഹാവ് പോലെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയില്ല, ഒറ്റ വാക്ക്. എല്ലായിടത്തും നമുക്ക് ഒരേപോലെ ഹാഡ് ഉപയോഗിക്കാം. അത് ഒരു തരത്തിൽ നമുക്ക് എളുപ്പമാണ്. കാരണം ഇന്ന സബ്ജക്റ്റിന് ഹാസ് അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിന് ഹാവ് എന്ന് ഓർത്ത് വെക്കേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. എല്ലാത്തിനോടൊപ്പം ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നായിരുന്നെങ്കിൽ ഹാഡ് ഉപയോഗിക്കാം. സോ ഇവിടെ എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഐ ഹാവ് എ കാർ. അവനൊരു കാറുണ്ട്, ഹി ഹാസ് എ കാർ. പക്ഷേ അവനൊരു കാർ ഉണ്ടായിരുന്നു, അവനൊരു കാർ ഉണ്ട് എന്നുള്ള വാക്കിൽ നിന്ന് അവനൊരു കാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മാറ്റുവാണ്. ഈ കാർ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉള്ളതും, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് നേരത്തെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയ കാലത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹാസ് ഹാഡായിട്ട് മാറും. അപ്പം ഹി ഹാഡ് എ കാർ എന്നാണ് അവനൊരു കാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നലെ. ഓക്കെ, നമുക്കിനി ഐയുടെ ഒരു സെന്റൻസ് കൂടെ നോക്കാം. കാരണം നമ്മൾ ഐ ഹാവ് എ കാർ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ. എനിക്കൊരു കാറുണ്ട്. അപ്പൊ എനിക്കൊരു കാറുണ്ട് എന്നുള്ളതിൽ നിന്നും എനിക്കൊരു കാറ് ഉണ്ടായിരുന്നു എന്ന് മാറുമ്പോഴത്തേക്കും ഈ ഹാവും ഹാഡായിട്ട് മാറും. ഐ ഹാഡ് എ കാർ എന്നാണ് പറയണ്ടേ. കോമൺ ആയിട്ട് പറഞ്ഞാൽ ഹാസ് വന്നാലും ഹാവ് വന്നാലും പാസ്റ്റിൽ ഒറ്റ വാക്ക് ഹാഡ്, ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി. ഇനി നമുക്ക് അതുപോലെ സിമിലർ ആയിട്ടുള്ള സെന്റൻസുകളാണ് താഴെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഷീ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഷീ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. അപ്പം ഇന്നലെ ഉള്ള ഒരു കാര്യമാണ്, കഴിഞ്ഞു പോയ കാലമാണ് യെസ്റ്റർഡേ. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു, ഷീ ഹാഡ്. അവൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അവൾക്കല്ല, അവർക്കെന്ന് പറഞ്ഞാൽ ദേ ആണെന്ന് നമുക്കറിയാം. സംശയങ്ങൾ, ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഹാഡ്, ദേ ഹാഡ് ഡൗട്ട്സ്. എപ്പോഴും നമ്മുടെ വെർബ് ഒരു സെന്റൻസിൽ നടുക്കായിരിക്കും നമുക്ക് വരുന്നത്. നോർമലി സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബാണ് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ തിരിച്ചാ. മലയാളത്തിൽ വെർബ് വരുന്ന എവിടെയാ, ക്രിയ വരുന്ന എവിടെയാ? ഏറ്റവും അവസാനം, അല്ലേ? ആദ്യം സബ്ജക്റ്റും, രണ്ടാമത് ആ കാര്യം എന്താണോ ഒബ്ജക്റ്റും, മൂന്നാമത് വെർബുമാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. നമ്മൾ ദേ ഹാഡ് ഡൗട്ട്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ കഴിഞ്ഞ വർഷം അവനൊരു നായ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിലോ, ഹി ഹാഡ് എ ഡോഗ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം, കഴിഞ്ഞു പോയ സമയമാണ് ഹി ഹാഡ് എ ഡോഗ് ലാസ്റ്റ് ഇയർ. സോ ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഹാഡ്, ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിൻ്റെ വർക്ക്ഷീറ്റ്സ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വർക്ക്ഷീറ്റ്സ് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് തന്നെ പോകണം. കാരണം വർക്ക്ഷീറ്റ് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മനസ്സിലായി. ഇപ്പൊ നമുക്ക് ക്ലാസ് കാണുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലായി നമുക്ക് തോന്നാം. പക്ഷെ ഒരു വർക്ക്ഷീറ്റ് സോൾവ് ചെയ്യുമ്പോഴാണ് ഇതിൽ എത്രത്തോളം നമുക്ക് റിയൽ ആയിട്ട് മനസ്സിലായി നമുക്ക് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഷു കംപ്ലീറ്റ് യുവർ വർക്ക്ഷീറ്റ് വിത്തൗട്ട് എനി ഡിലേ.
ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേ ഹാർഡിന്റെ നെഗറ്റീവിന്റെ ചോദ്യവും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. നമുക്കൊരു കാർ ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ഡിഡ് ഐ ഹാവ് എ കാർ. നെഗറ്റീവ് ആകുമ്പോഴോ എനിക്കൊരു കാർ ഉണ്ടായിരുന്നില്ല, അപ്പം ഐ ഡിഡ്ന്റ് ഹാവ് എ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.